നമസ്കാരം. എൻ്റെ പേര് സജീഷ് കുമാർ. ഞാൻ നമ്മുടെ തൃശ്ശൂർ ഷൊർണൂർ റൂട്ടിലെ കുറാഞ്ചേരി എന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. നമ്മുടെ ഒരു 3 ഏക്കർ റംബൂട്ടാൻ തോട്ടമാണിത്. നമ്മുടെ ഏറാട്ടുപറമ്പിൽ അബ്ദുള്ളക്കുട്ടി സാറിൻ്റെയാണ് ഈ സ്ഥലം. അപ്പോൾ ഈ സ്ഥലത്ത് നമ്മളിപ്പോൾ ഒരു 100 മരങ്ങളാണ് മൊത്തം ഉള്ളത്. ഇത് N80 എന്ന റംബൂട്ടാന്റെ ഏറ്റവും കൂടുതൽ കായ കിട്ടുന്ന ഒരു ചെടിയാണ് N80 എന്ന് പറഞ്ഞാൽ. കാരണം ഇതാണ് ഒരു 100 മേനി വിളയാന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു ഐറ്റംസ് ആണ് N80. ഇതില് കായ 100 മേനി വീഴുന്നാലും അത്ര തന്നെ കൊഴിഞ്ഞു പോകും. ഈ മരത്തിന് ആവശ്യമില്ലാത്തത് പുറത്തേക്ക് വിടുക എന്ന് പറഞ്ഞല്ലേ, അതുപോലെ തന്നെ നല്ല രീതിയിൽ കൊഴിച്ചിട്ടുണ്ട് ഈ തേയിന്. എന്നാൽ നല്ല ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം നഷ്ടം വരില്ല, നല്ല രീതിയിൽ വരുമാനം നേടാവുന്ന ഒരു കൃഷി ആണ് റംബൂട്ടാന്റെ. ഇപ്പൊ നമ്മുടെ ഈ മരങ്ങളെല്ലാം ഏകദേശം ഒരു 9ാമത്തെ വർഷമാണ് ഈ മരം നമ്മൾ നട്ട് റെഡിയാക്കിയിട്ട്. നമുക്ക് ആദ്യത്തെ 2.5 വർഷം മുതൽ തന്നെ നമുക്ക് ഒരു വരുമാനമല്ല, അതിന്റെ ഫ്രൂട്ട്സ് കിട്ടി തുടങ്ങി. വരുമാനം ഒരു 4ാമത്തെ വർഷം മുതൽ നമുക്ക് തരക്കേടില്ലാത്ത രീതിയിൽ വരുമാനം ലഭിച്ചു തുടങ്ങി. ഇതിന്റെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ നല്ല വെയിലടിക്കുന്ന സ്ഥലങ്ങളായിരിക്കണം, ആവശ്യത്തിലേറെ വെള്ളം വേണം. ഇതിനെ നമുക്ക് ചെറിയ തൈ നട്ടു വളർത്തി കഴിഞ്ഞാൽ നമ്മളൊരു ആദ്യത്തെ ഒരു 3 വർഷം നല്ല രീതിയിൽ തന്നെ ഒരു കൊച്ചു കുട്ടികളെ പരിപാലിക്കുന്ന പോലെ പരിപാലിച്ചാൽ തന്നെയാണ് നമുക്ക് ഇതിന്റെ വേണ്ട രീതിയിൽ വിളവ് ലഭിക്കുള്ളൂ. പിന്നെ ജൈവവളം മാത്രമാണ് നമ്മൾ ഈ കൃഷിയിൽ ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷ് വളമോ മറ്റ് ഒരു ഇതും ഉപയോഗിക്കുന്നില്ല. ഫുൾ ജൈവവളം മാത്രം. എന്ന് വെച്ചാൽ ജൈവവളം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഘടകം ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ കടലപ്പിണ്ണാക്ക്. ഇതൊരു പ്രത്യേക അനുപാതത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൊഴിച്ചിലും നിൽക്കും, നല്ല കായ്ക്ക് നല്ല കരുത്തുണ്ടാവും. N80 എന്ന് പറയുന്നത് ഒരു 18 കായ ഇത് വെച്ച് കഴിഞ്ഞാൽ 1 കിലോയാണ് ഇതിന്റെ കണക്ക്. അതാണ് ഇതിന്റെ N80 എന്ന് പറയുന്നത്. അപ്പോ ഇത് നല്ല രീതിയിൽ നോക്കിയാൽ മാത്രമാണ് വിളവ് കിട്ടുള്ളൂ. നമ്മുടെ ഈ ഗാർഡന്റെ പേര് ഓക്സിജൻ ഗാർഡൻ ആണ്. തൃശ്ശൂർ ഷൊർണൂർ റോട്ടിലാണ്, കുറാഞ്ചേരി എന്ന സ്ഥലത്ത് ഓക്സിജൻ ഗാർഡൻ എന്നാണ് സ്ഥാപനത്തിന്റെ പേര്. ഇതിപ്പോ നമ്മള് ഒരുവിധം എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റുകളും നമ്മളിവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഈ N80 മാത്രമാണ്. N80 ആണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് റംബൂട്ടാന്റെ. കാരണം വെച്ചാൽ ഒരു കർഷകന് ഗുണം കിട്ടുന്ന ഒരു ഫ്രൂട്ട്സ് ആണ്. തന്നെയല്ല, ഒരു വീട്ടിൽ തൈ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വർഷം ആ വീട്ടുകാർക്ക് അത്യാവശ്യം വേണ്ട കായകൾ കിട്ടും. നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ നിന്നൊക്കെ ഒരു 150 കിലോ കായെങ്കിലും മിനിമം കിട്ടും. നല്ല രീതിയിൽ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനെ പ്രൂണിങ് മെയിൻ ഘടകമാണ്. അതുപോലെ വളം ചെയ്യുന്നത് ഒരു മെയിൻ ഘടകമാണ്. ഇതിന്റെ താഴ്വേരില്ലാത്തൊരു ചെടിയാണിത്. ഇതിന്റെ പരന്നിട്ടാണ് ഇതിന്റെ വേര് വരുന്നത്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പഠിച്ചു കഴിഞ്ഞാൽ ഒരു 2 മരങ്ങളുണ്ടെങ്കിൽ സാധാരണ ഒരു ജോലിക്ക് പോകുന്ന ആൾക്കും ഇത് സംരക്ഷിച്ച് പോവാം. അത്യാവശ്യം വരുമാനം കിട്ടുകയും ചെയ്യും. ഇത് പ്രൂമിങ് അവിടെ മറ്റു പലകളൊക്കെ പ്രൂം ചെയ്ത് നിർത്തിയിട്ടുണ്ട്. നല്ല ഡീപ്പായിട്ട് തന്നെ പ്രൂം ചെയ്തിട്ടുണ്ട്. അത് ഈ കായ പൊട്ടിക്കുന്നതിന്റെ കൂടെ തന്നെ ആണ് ഈ പ്രൂമിങ് നടത്തേണ്ടത്. പിന്നെ അതിനുശേഷം ഒരു 2 ആഴ്ചക്കുള്ളിൽ നമുക്ക് വളപ്രയോഗമുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഇതിനിപ്പോ ഇത്രയും 9 വർഷമായി ഈ മരത്തിന് ഒരു മിനിമം ഒരു 4 കൊട്ട ചാണകപ്പൊടിയെങ്കിലും ആവശ്യമുണ്ട്. അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് ഒരു 2 കിലോ, എല്ലുപൊടി ഒരു 2 കിലോ, അതുപോലെ നമ്മുടെ കടലപ്പിണ്ണാക്ക് അത് 2 കിലോ. ഇതെല്ലാം ഒരേ രീതിയിൽ മിക്സ് ചെയ്തിട്ടാണ് തടത്തിലേക്ക് മിക്സ് ഇടേണ്ടത്. എന്നിട്ട് മണ്ണ് ഇപ്പൊ കയറിയിട്ടുള്ള മണ്ണ് കംപ്ലീറ്റ് തട്ടി അതിന്റെ മീതെ ഇടുക. പിന്നെ നമ്മള് മഴയില്ലെങ്കിൽ അത്യാവശ്യം ഒരു 10 ദിവസം നമ്മൾ നനച്ചു കൊടുക്കണം, മണ്ണിലേക്ക് ഇതാക്കാനായിട്ട്, ഒന്ന് ലയിക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് ചെയ്താൽ നമുക്ക് എന്തായാലും അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ മഴ കിട്ടാം. ഇനിയിപ്പോ ഈ മഴ നമുക്കൊരു ഓണം കഴിയണ വരെ നമുക്ക് മഴ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ചെയ്ത് കഴിഞ്ഞാൽ മരത്തിന് ഗുണമാണ്. അപ്പോഴാണ് ഈ റംബൂട്ടാന്റെ വിളവെടുപ്പും പ്രൂണിങ് ടൈമും വളം ചെയ്യേണ്ട ടൈമും ശരിക്ക് ഈ മാസത്തിലാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇത് കേരളത്തിലെ സപ്ലൈ നമുക്ക് ഇത് കുറവാണ് ഇപ്രാവശ്യം. കാരണം ഇത് എക്സ്പോർട്ട് ക്വാളിറ്റി ഫ്രൂട്ട്സ് ആണ്. എന്നാലും നമ്മുടെ നാട്ടിൽ ഞാനിവിടെ നമുക്ക് വേണ്ടപ്പെട്ട ചെറിയ ഹോൾസെയിലുകാർക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരിട്ടല്ല, ഇതിന്റെ ഏജന്റ് ആണ് കൊടുക്കുന്നത്. നമ്മളിത് കായ ഏകദേശം ഫ്രൂട്ട്സ് ആയി കഴിഞ്ഞാൽ നമ്മളിത് കരാറ് ഒരു ഏജന്റുമാർക്ക് വരും. അവർക്കത് നമ്മളത് മൊത്തം കരാർ കൊടുക്കുക ചെയ്യാം. പിന്നെ അവരാണ് ഈ ഹോൾസെയിൽ കൊടുക്കുക. ഇവിടെ പരമാവധി ഹോൾസെയിൽ മാത്രമുള്ള റീസെയിൽ ഒന്നുമില്ല. ഈ ഷോപ്പിൽ വെച്ചിട്ടുള്ള വിൽപ്പന ഇവിടെ ഇല്ല. പിന്നെ എന്നാലും നമ്മുടെ നാട്ടുകാർക്ക്, കാരണം ഈ വടക്കാഞ്ചേരിയില് ഇങ്ങനെ എക്സ്പോർട്ട് ക്വാളിറ്റി ഒരു ഫ്രൂട്ട്സ് ഉള്ളത് നമ്മുടെ ഇവിടെ മാത്രമേ ഉള്ളൂ.
പിന്നെ ആളുകൾക്ക് കാണാനും കാഴ്ചയും ഹൈവേയിലും നല്ലൊരു ഇതാണ്. അപ്പോൾ നാട്ടുകാർക്ക് ഇടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ നമുക്ക് വേണ്ടപ്പെട്ട ഒരു ഇവിടെ ഗ്രീൻ മൈത്രി എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. ഒരു എന്താ നമ്മുടെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണത്. സൊസൈറ്റിയിൽ നമ്മൾ ആവശ്യത്തിലേറെ കായകൾ കൊടുക്കും. അപ്പോൾ അവിടെയും ലാഭം എടുക്കാണ്ടാണ് അവരത് സപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെറിയ ഏജന്റുമാർക്കും ഇവിടെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ഫ്രൂട്ട്സ് നാട്ടിൽ ഉപയോഗിക്കണമല്ലോ, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ അത് എക്സ്പോർട്ട് ചെയ്യാണ് മാക്സിമം ചെയ്യുക. ഇത് ഒരാഴ്ച ഇങ്ങനെ ബോക്സിൽ കളർ വരില്ല. അതാണ് NIT പ്രത്യേകം. ഇതിന്റെ തണ്ടും നാരും എല്ലാം വളരെ ക്ലിയർ ആണ്. ഇതിപ്പോ നമുക്കിത് ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം. കാരണം ഇപ്പൊ നല്ലൊരു ഫ്രഷ് ആയിട്ട് വരുന്ന ഒരു ഫ്രൂട്ട്സ് ആണ് ഇത്. ഫുള്ള് അതിന്റെ കുരുവിൽ നിന്ന് അടർന്നു വരുന്ന ഒരു ഫ്രൂട്ട്സ് ആണ് ഇത്. നമ്മളൊരു ഈത്തപ്പഴത്തിന്റെ കുരുവിന്റെ അത്രയ്ക്കേ ഉണ്ടാവുള്ളൂ. ഇതൊരു 18 പീസ് വെച്ച് കഴിഞ്ഞാൽ 1 കിലോ ആണ് ഇതിന്റെ കണക്ക്, യഥാർത്ഥ കണക്ക്. അത് പിന്നെ ജൈവവളം മറ്റേ ഇംഗ്ലീഷ് വളമൊക്കെ ചെയ്തിട്ട് വേർപ്പിച്ച് വരുന്നവരുണ്ട്. പക്ഷെ നമുക്കിത് കറക്റ്റ് അങ്ങനെ തന്നെ കിട്ടുന്നുള്ളൂ. ഇതില് 100% ജൈവവളം മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് ഈ വർഷം തന്നെയല്ല, മറ്റു വളങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മരത്തുനിന്ന് നല്ല രീതിയിൽ കായ കിട്ടും, പക്ഷെ മരത്തിന്റെ ലൈഫ് കുറയും. ഇത് നമുക്ക് ഒരു ലോങ് ലൈഫ് 100 വർഷമായ മരങ്ങൾ വരെ കോട്ടയം ഭാഗത്തുണ്ട്. കാഞ്ഞിരപ്പള്ളി കോട്ടയം ഭാഗത്താണ് ഇതിന്റെ ഉത്ഭവം. അവിടെ 100 വർഷമായ മരങ്ങൾ വരെ ഉണ്ട് ഇപ്പോ. അപ്പോ നമുക്ക് ഇതിപ്പോ നമ്മുടെ മരം ഒരു 9ാമത്തെ വർഷമായിട്ടുള്ളൂ. അപ്പൊ നമുക്ക് 100 വർഷം വരെ പ്രതീക്ഷിക്കാം ഈ മരത്തിന്റെ ഈൽഡ്. അപ്പൊ അതുപോലെയാണ് സംരക്ഷിക്കണം. ഇതിന്റെ ഒരുപാട് വളം ഇംഗ്ലീഷുകളൊക്കെ ചേർത്ത് അതിന്റെ ഫ്രൂട്ട്സിനെ ആദ്യം എടുത്ത് മരത്തെ ഡാമേജ് ആക്കിയിട്ട് കാര്യമില്ല. നല്ല രീതിയിൽ ഇതേപോലെ സംരക്ഷിച്ച് നിർത്തണം. അപ്പൊ ഞാൻ ഇതില് കളകൾ വരാണ്ടിരിക്കുന്ന ഏകദേശം ഒരു 60% വീഡ് നെറ്റ് ഇട്ടിട്ടുണ്ട്. ഇതിന്റെ ഉമ്മയാണ് ഉപ്പ ജീവിച്ചിരിപ്പില്ല. ഉമ്മയാണ് ഇപ്പൊ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സുബൈദ അബ്ദുള്ളക്കുട്ടി എന്ന് പറയും. ആ ഉമ്മ എല്ലാം നേതൃത്വം, ഉമ്മ ഒറ്റയ്ക്ക് തന്നെയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഉമ്മ ഒരുപാട് സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. കാരണം ഇതെല്ലാം വയസ്സ് 70 കഴിഞ്ഞു, എന്നിരുന്നാലും മൂപ്പര് ഇവിടെ വരും. മാസത്തില് 1 വട്ടം 2 ഒക്കെ വന്നിട്ട് നമ്മളോട് എല്ലാം സഹായിക്കും. കാരണം കണ്ടറിഞ്ഞു പോകും. അവർക്ക് കൃഷിയോടുള്ള താല്പര്യമുണ്ട്, അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അതും എനിക്കൊരു ഗുണമാണ്. കാരണം ഇങ്ങനൊരു ഉമ്മയുടെ സപ്പോർട്ട് കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്കൊരു കൂടുതൽ എനർജിയാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് ഒരു കുഴപ്പമില്ല. ഈ വർഷം തരക്കേടില്ലാത്തൊരു വിളവാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ സിവിൽ എഞ്ചിനീയർ ആണ്. എനിക്ക് കൺസ്ട്രക്ഷൻ വർക്കാണ്, പ്ലാൻ എസ്റ്റിമേഷൻ അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. വീടിന്റെ മൊത്തം വർക്കുകൾ ചെയ്യുന്നുണ്ട്. ബിൽഡിംഗ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. കാരണം നമുക്കിപ്പോ കുറച്ച് ബാധ്യതകളും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് വലിയ ഓട്ടപ്പാച്ചില്ലാത്ത രീതിയിൽ ചെറിയ വീടുകളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്കിവിടെ ഒരു നഴ്സറി ഉണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, ഓക്സിജൻ കടന്നുള്ള നഴ്സറി. അതെന്റെ വൈഫാണ് കൈകാര്യം ചെയ്യുന്നത്. വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ എക്സോട്ടിക് ഫ്രൂട്ട്സ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ വിളവ് ഉണ്ടാവും എന്നുള്ള പുറത്തുനിന്ന് വരുന്ന വിദേശീയ ഫ്രൂട്ട്സുകൾ എൻ്റെ 10-100 തരം ഫ്രൂട്ട്സുകൾ ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് അത് ഞാൻ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം നട്ടതാണ്. അപ്പൊ ഈ വർഷം എനിക്ക് ഒരു 5-10 കായ ഉണ്ടായിട്ടുള്ളൂ. അടുത്ത വർഷത്തേക്കായിരിക്കും നല്ല ഇത് കിട്ടുക. ഞാനിത് പരീക്ഷണം ചെയ്താണത്. കാരണം നല്ല വെയിൽ വേണം, അതുപോലെ തന്നെ അതിന് വെള്ളം അധികം വേണ്ട, സംരക്ഷണം കുറച്ച് കൂടുതൽ വേണം. മഴക്കാലത്ത് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാ കൃഷിക്കും അതിൻ്റെതായ ഒരു നീക്കുപോക്കുണ്ടല്ലോ. അതുപോലെ ഡ്രാഗൺ ഞാൻ പരീക്ഷണം ചെയ്തിട്ടുണ്ട്. ഇനി ഞാനതിൽ കുറച്ച് വിയറ്റ്നാം സൂപ്പർ എയർലി എന്ന് പറയുന്ന പ്ലാവിനെ ഞാൻ കുറച്ച് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം അതൊക്കെ ഒരു 1.5 വർഷം കൊണ്ടൊക്കെ ചക്ക കിട്ടുന്നൊരു ഇതാണ്. അത്യാവശ്യം നമുക്ക് പീടികയും ചക്കയ്ക്ക് വേണ്ടി വരുന്നൊരു സമയമാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ കുറച്ചൊരു പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഉമ്മയായിട്ട് സംസാരിച്ച് വെച്ചിട്ടുണ്ട്. തൈകൾ വെക്കുന്ന സമയമാണ്. 1 വർഷം കൊണ്ട് കായ്ക്കുന്നു. ഇപ്പൊ നമ്മുടെ റംബൂട്ടിന്റെ NIT തൈകളാണ് ഞാൻ കൂടുതൽ ചെയ്തത്. ബാക്കി ഒരുപാട് തൈകളുണ്ട്. സ്കൂൾ ബോയ് ഉണ്ട്, നെറ്റ് കിങ് ഉണ്ട്, അതുപോലെ സാധാരണ കൂഴ വരിക്ക എന്നൊക്കെ പറഞ്ഞ പല വെറൈറ്റികൾ, ഒരു 14 വെറൈറ്റി ഉണ്ട് NIT. അപ്പൊ ഞാന് NIT അല്ല, സോറി, റംബൂട്ടാനില്. അപ്പൊ അതൊന്നും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഞാൻ ഇവിടെ വെച്ച് പിടിപ്പിച്ച് എനിക്ക് കുഴപ്പമില്ല, വിളവ് കിട്ടും എന്ന് തോന്നിയൊരു തൈ മാത്രമാണ് NIT. അപ്പൊ അത് മാത്രമേ വിൽപ്പനയുള്ളൂ. അതിന്റെ ഇപ്പൊ 1.5 വർഷം കൊണ്ട് കായ്ക്കുന്ന തൈകളാണ് എൻ്റെ ഉള്ളത്. എൻ്റെ ഇപ്പൊ 5000 തൈന്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. അപ്പോ ആവശ്യക്കാർക്ക് നമ്മൾ വേണമെങ്കിൽ ഇതുപോലെ പ്ലോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് വെച്ചു കൊടുക്കാൻ നമുക്ക് തയ്യാറാണ്. ഇതിന്റെ ഒരു 1 ഇയർ നമ്മുടെ സംരക്ഷണത്തിലൂടിയിട്ട് ഒരു 10-50 തൈ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് 1 വർഷം തൈനെ ഒരു പിടിച്ചു കിട്ടുന്ന വരെ നമ്മളത് മേൽനോട്ടങ്ങൾ ചെയ്യാനും നമ്മൾ തയ്യാറാണ്. അത് ചെയ്തു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ. എന്റെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ സപ്പോർട്ട് എടുത്തിരിക്കുന്നത് എന്റെ വൈഫാണ്. കട്ട സപ്പോർട്ട് എന്ന് പറയുന്ന പോലെ. കൺസ്ട്രക്ഷൻ വർക്കിനായാലും മൂപ്പര് ഡ്രാഫ്റ്റ്മാൻ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫീൽഡിലേക്ക് തിരിഞ്ഞപ്പോൾ മൂപ്പർക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഫീൽഡ് ഇതാണ്.
അപ്പോൾ ഇതിലും ആളും ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ എനിക്ക് 3 കുട്ടികളാണുള്ളത്, 3 പെൺകുട്ടികള്. അവര് ഇവിടെ സ്കൂളിൽ പഠിക്കുന്നു. 6ാം ക്ലാസ്, 4, 1ാം ക്ലാസ് എന്നിങ്ങനെ പഠിക്കുന്നു. പിന്നെ വീട്ടിലെ അച്ഛനും അമ്മയും ഉണ്ട്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അവരും എനിക്ക് സപ്പോർട്ടാണ്. നമ്മൾ ഇത് കാര്യം വന്ന വീട്ടിലും കുറച്ച് കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം നമ്മൾ വീട്ടിൽ തന്നെയാണ് വെച്ച് പിടിപ്പിക്കുന്നത്, വളർത്തുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ഒരുപാട് പച്ചക്കറികൾ ഞാൻ വെക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. നമുക്ക് ഒഴിവ് സമയം എന്ന് പറഞ്ഞ സമയം ഒരു മനുഷ്യനില്ല. മനുഷ്യൻ എപ്പോഴും എൻഗേജഡ് ആണ്. അപ്പോ ആ സമയത്ത് നമ്മള് ഇത് ആണ് നമ്മുടെ ഒഴിവ് സമയമായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ ഇതിനെ സംരക്ഷിക്കുന്ന നമ്മുടെ ഒഴിവ് സമയം, ഒരു എൻജോയ് ചെയ്യുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇത് സിമ്പിളായി കൊണ്ടുപോകാൻ പറ്റിയ സംഭവമാണ്. കാരണം ഇപ്പോ ഒരു ടൂർ പോവാൻ ഇപ്പോ മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന ഈ പറമ്പിലേക്ക് ഒന്ന് കയറി കാണണമെന്നാണ്. ഞങ്ങള് 24 മണിക്കൂർ ഈ പറമ്പിലാണ്. അപ്പോ ഞങ്ങളുടെ എൻജോയ്മെന്റ് ഇവിടെയാണ്. അപ്പോ അതില് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. തോട്ടത്തിന് അതിന്റെ ഗുണങ്ങളുണ്ടാവും. നമ്മളിപ്പോ ഒരു ചെടി വെച്ച് പിടിപ്പിച്ച് അതിനെ കടക്കിലേക്ക് പോകാണ്ടിരുന്ന് നോക്കാണ്ടിരുന്നിട്ടോ പ്രത്യേകിച്ച് കാര്യമില്ല. നമ്മൾ അതിനെ സംരക്ഷിക്കുന്നത് ആ ചെടിക്ക് തോന്നിയാലാണ് ആ ചെടിയിൽ നിന്നൊരു ഫലം നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അത് ഞങ്ങൾ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ഈ വല കെട്ടുന്നത് നമ്മൾ നോർമലി ഫിഷിങ്ങിന് ഉപയോഗിക്കുന്ന വലയാണ്. കടലിൽ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന വലയാണത്. ശരിക്കും അതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള വലയാണ്. പക്ഷെ നമ്മള് ഇപ്പോ ഇതിനെ സംരക്ഷിക്കണമല്ലോ. അപ്പോ അതിനു വേണ്ടിയിട്ട് ഈ വല നമ്മൾ അവിടുന്ന് മേടിച്ച് ഇത് ഇടുകയാണ്. സംരക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ കിളികളോ അതുപോലെ മറ്റു ജീവികളോ കയറാണ്ടിരിക്കാനാണ് വല കെട്ടുന്നത്. വല കെട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ ഫ്രൂട്ട്സ് എല്ലാം ഡാമേജ് ആയി പോകും. നമുക്ക് വേണ്ട രീതിയിൽ കിട്ടില്ല. കാരണം ഒരു ഒറ്റ ഫ്രൂട്ട്സ് കിട്ടില്ല. കാരണം അത്രയ്ക്കധികം കിളികളുടെ ശല്യങ്ങളും വവ്വാലും കാര്യങ്ങളൊക്കെ വരും. ഇത് വവ്വാലിന്റെ അറ്റാക്ക് എന്നുള്ള മെയിൻ സംരക്ഷണം ഇതൊന്നാണ്. ഇത് കാണുമ്പോൾ വവ്വാല് അതിന്റെ അടുത്തേക്ക് വരില്ല. അടുത്തേക്ക് വരില്ല വെച്ചാൽ നമുക്ക് കയറി നിൽക്കാൻ അവർക്ക് തൂങ്ങി നിൽക്കാനോ പറ്റില്ല. അപ്പോ വവ്വാലിൽ നിന്ന് സംരക്ഷിക്കുന്നത് മെയിൻ. ചെറുകിഴ കിളികളെ കൊത്തിയാലും കുഴപ്പമില്ല നിൽക്കാം. പക്ഷെ വവ്വാലിപ്പോ നമുക്ക് വലിയൊരു അപകടമായിട്ട് നിൽക്കുന്നത്. ഇതിന്റെ മാർക്കറ്റ് വരെ ഇടിച്ചു വവ്വാല്. ഇപ്പോ ഒരു കഴിഞ്ഞ 2 മാസം മുമ്പാട് അങ്ങോട്ട് ഒരു വലിയ വാർത്ത വന്നിരുന്നു. 2 മാസമായിട്ടില്ല, 1.5 മാസം വവ്വാലിന്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട്. അപ്പോ വവ്വാലിൽ നിന്നാണ് മെയിൻ സംരക്ഷണം ഈ വല കിട്ടിയതുകൊണ്ട്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോ തുടങ്ങിയിട്ടുള്ളത് ഈ ഒരു നഴ്സറിയാണ്. ഞാൻ ഒരു 9 വർഷം മുമ്പ് ഞാൻ കോട്ടയത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോഴാണ് ഈ റംബൂട്ടാൻ ആദ്യമായിട്ട് കാണുന്നത്. ഈ റംബൂട്ടാൻ ഫ്രൂട്ട്സ് ഞാൻ അവിടെ നിന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. നമ്മുടെ നാട്ടിലൊന്നും കണ്ടിട്ടേ ഉണ്ടാവില്ല ആളുകള്. ഒരു പക്ഷെ ആ തെക്ക് ഭാഗത്തേക്ക് യാത്ര ചെയ്ത ആളുകളാണ് ഈ ഫ്രൂട്ട്സ് കണ്ടിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ എന്റെ സുഹൃത്താണ് ഈ തോട്ടം അതുവരെ നോക്കിയിരുന്നത്, ഈ പറമ്പ് നോക്കിയിരുന്നത്. ഷാജി എന്ന് പറഞ്ഞത് എന്റെ സുഹൃത്താണ്. അപ്പൊ ഞാൻ ഷാജിയുടെ അടുത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞ് നമുക്ക് ഇങ്ങനെ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ എന്ന് ഇങ്ങനെ ആളുടെ ആലോചിച്ചപ്പോ ആളൊരു സുഹൃത്തുണ്ട്. ആള് ഇവിടെ ഒരു മോഹനേട്ടൻ എന്ന് പറയും. കഴിഞ്ഞ 2018 മണ്ണിടിച്ചിൽ ആള് മരണപ്പെട്ടു പോയതാണ്. ഒരു മോഹനേട്ടന്റെ കട എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട് ഇവിടെ. ആളും ഈ ഷാജിയേട്ടനും കൂടിയിട്ടാണ് ഈ തോട്ടം ഈ ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ച് നട്ടു നനച്ച് ഒരു 2 വർഷത്തോളം അവര് വളരെയധികം കഷ്ടപ്പെട്ട് ചെടികളുടെ ഗ്രോത്ത് ആക്കിയത് അവരാണ്. അപ്പോ എന്റെ സ്വപ്നം പ്രത്യേകിച്ച് വലിയ സ്വപ്നമല്ല. ഇതിനെ ഇവിടെ തൃശ്ശൂർ എത്തിച്ചു. ഇപ്പൊ ഞാൻ അത്യാവശ്യം തിരക്കില്ലാത്ത ആളുകളിലേക്ക് എത്തിച്ചു. ഇനി ഇതിന്റെ തൈകൾ വിൽപ്പന ചെയ്യാണ്. എല്ലാവർക്കും കിട്ടട്ടെ. പിന്നെ മറ്റ് സ്വപ്നങ്ങൾ വെച്ചുള്ളത് പേഴ്സണലാണ്. നമ്മൾ സിവിൽ എഞ്ചിനീയർ ആണ്. ഞാൻ അത്യാവശ്യം ബിൽഡിങ്ങുകൾ പണിയുന്നുണ്ട്. പ്ലാൻ എസ്റ്റിമേഷൻ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഭാഗത്തുകൂടെ അത് പോകുന്നു. ഒരു ഭാഗത്ത് ഞാൻ ഈ വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കാനുള്ള ഒരു ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആളുകൾക്ക്. അത്യാവശ്യം തിരക്കേടില്ലാത്ത മാവിന്റെ തൈകളും പ്ലാവിന്റെ തൈകളും ഒക്കെ എന്റെ അടുത്തുണ്ട്. അതായത് 100% നമുക്ക് മെച്ചം കിട്ടുന്ന തൈകള് കൊണ്ടുപോയിട്ട് ഡാമേജ് വരെ അങ്ങനെ എന്തെങ്കിലും തന്നെ തിരിച്ചു കൊണ്ടുവരാൻ അവർക്ക് ഞാൻ അവസരം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു ചെറിയൊരു നിർദ്ദേശം കൊടുക്കും. വെക്കുന്ന രീതികളും എങ്ങനെ പരിപാലിക്കുന്ന രീതികളും നമ്മൾ ചെറിയ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ആ നിർദ്ദേശം അനുസരിച്ച് അവർ കറക്റ്റ് ഫോളോ ചെയ്യുക. വലിയ നിർദ്ദേശങ്ങളൊന്നുമില്ല. നമ്മൾ ഈ കുഴി എടുത്ത് ചെടി നടുമ്പോൾ അതിന് വേണ്ട കുറച്ച് പരിപാലന രീതിയുണ്ട്. അത് സാധാരണക്കാർക്ക് വെച്ചാൽ എല്ലാവരും ഒരു കുഴി കുത്തി ചെടി വെക്കുകയാണ്. പക്ഷെ ഈ ചെടിക്ക് വളരാനുള്ള ഒരു ആവാസവ്യവസ്ഥ അവിടെ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേര് എന്ന് പറഞ്ഞാൽ മുഖ്യമായ മെയിൻ ഘടകമാണ്. അത് വേരിന് പോകാനായിട്ടുള്ള മണ്ണിളക്കി കൊടുക്കുക എന്നുള്ള മെയിൻ കാര്യം. പിന്നെ ആദ്യം ഒരു 1.5 മാസം 2 മാസം അവർക്ക് വേണ്ട ജൈവവളം അവിടെ കൊടുക്കണം. അത് പരമാവധി നമ്മുടെ ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പിണ്ണാക്കും എല്ലാം ഒരു സമ്മിശ്രം മിക്സ് ചെയ്തിട്ട് ഈ കുഴിയിലേക്ക് ആദ്യം തന്നെ വലിയ കുഴി എടുത്ത് അതിലേക്ക് ഇട്ട് വേണം ഈ ചെടികൾ വെക്കാനായിട്ട്. അടിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്ക് മനസ്സിലായി ബേസ് വളം കൊടുക്കേണ്ടത് ഏറ്റവും അടിത്തട്ടിലല്ല. നമ്മൾ ആദ്യം ഈ ചെടി വെക്കുന്ന ആ ഒരു പോട്ട് മിക്സ് എന്ന് പറയും. നമ്മൾ ചെറിയ പോട്ടിലേക്ക് നമ്മൾ ചെടി വെക്കാൻ മിക്സ് ചെയ്യും. ആ മിക്സിലേക്കാണ്. അതുപോലെ തന്നെ നമ്മളൊരു ചെറിയൊരു കുഴി കുത്തി ആ കുഴിയിലേക്കാണ് നമ്മുടെ ബേസ് വളം നമ്മൾ മിക്സ് ചെയ്തിട്ട് വേണം കുഴിയിൽ ഫുൾ ഫില്ല് ചെയ്തതിനു ശേഷം വേണം ഈ ചെടികളായാലും ഈ ഫ്രൂട്ട്സ് പ്ലാന്റുകളും വെക്കാനായിട്ട്. ഏത് തരം ഫലവൃക്ഷമാണെങ്കിലും നമ്മൾ ആ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന ആ കവറിൽ എടുത്തിട്ട്
എപ്പോഴാണോ കുഴി വെച്ച് അപ്പോൾ വെക്കലല്ല, സിസ്റ്റമാറ്റിക് ആയിട്ട് വെക്കണം. കാരണം ഈ പറഞ്ഞ രീതിയിലെല്ലാം നമ്മൾ പോട്ട് കുഴി റെഡിയാക്കിയതിനു ശേഷം എപ്പോഴും ഒരു ഈവനിങ് ടൈമിൽ ചെടി വെക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഒരു 6 മണിക്ക് ശേഷം, കാരണം ഈ വെയിലോ മഴയോ ഒക്കെ അതിന് വലിയൊരു ഇതാണ്, പ്രശ്നമാണ്. ഒരു 6 മണിക്ക് ശേഷം ചെടി വെക്കുക പരമാവധി. ഇനി അങ്ങനെയാണ് വെച്ചേ പറ്റൂ, പണിക്കാർ പോകും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന് ചെറിയൊരു സംരക്ഷണം കൊടുത്ത് 10 ദിവസമെങ്കിലും ചെടി വേര് പിടിക്കണവരെ അത് ചെയ്യാം. അല്ലെങ്കിൽ ചെടി പോയി എന്ന് പറഞ്ഞിട്ട് ഇവിടെ അടുത്ത് ഓടി വന്നിട്ടോ അല്ലെങ്കിൽ പരാതിപ്പെട്ടിട്ടോ പ്രശ്നമാണ്. കാരണം അത് എവിടുന്നും ഏത് ചെടി വാങ്ങിയാലും അത് തന്നെയാണ് അവസ്ഥ. അപ്പൊ അതിന്റെ ബേസ് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ സ്ഥലം ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യാം. പിന്നെ ഈ പോട്ടിലും അതിന്റെ ഡെമ്മിലൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്, അതും സംഭവം ചെയ്യാം നമുക്ക് ഇത്. അപ്പൊ നമ്മള് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ ഏത് തരം ഫ്രൂട്ട്സ് പ്ലാന്റുകളും വെക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാല് കുഴിയെടുത്ത് അതിൽ വെക്കാനായിട്ടാണ് എല്ലാവരും പറയാ. സംഭവം കുഴിയെടുത്ത് തന്നെയാണ് വെക്കുക. പക്ഷെ കുഴിക്ക് കുറച്ച് വലുപ്പം കൂട്ടി ഒരു 2 അടി 2 അടിയെങ്കിലും മിനിമം താഴ്ചയും വിസ്താരം വെച്ച് അതിലേക്ക് ബേസ് വളങ്ങളെല്ലാം ആഡ് ചെയ്തിട്ട്, ബേസ് വളം വെച്ചാൽ പരമാവധി ജൈവവളം തന്നെ ഉപയോഗിക്കുക. ജൈവവളം വെച്ചാൽ ചാണകപ്പൊടി, എല്ലുപൊടി, വെപ്പുണ്ടാകും എന്ന് നേരത്തെ പറഞ്ഞ പോലെ അത് മാത്രം ഉപയോഗിക്കുക. അപ്പോൾ അതിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഇംഗ്ലീഷ് വളം ഒന്നും ചെയ്യണ്ട. തുടക്കത്തിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മരത്തിന് കേടുവരും. ഈ ജൈവവളം മാത്രം ഉപയോഗിച്ച് ബേസ് വളം ഉണ്ടാക്കി ഫിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചെടി വെക്കുക. ചെടി വെക്കുക എന്ന് വെച്ചാൽ പരമാവധി ഒരു ഏക്കർ കണക്കിന് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പല സ്ഥലത്തുനിന്നായിട്ട് മണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ടും കൊണ്ട് നമ്മുടെ അടുത്ത് വന്നാൽ നമ്മുടെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അല്ല 1-2 തൈയൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഇതേമാതിരി ചെയ്താൽ മതി. തൈ അതിന്റെ മീതെ വെക്കുക, താഴെ ഇറക്കി വെക്കരുത്. കുഴിയെടുത്ത് മണ്ണ് ബേസ് വെള്ളം എല്ലാം ഇട്ടിട്ട് കുഴി മൂടിയതിന് ശേഷം അതിന്റെ മീതെ തൈ വെക്കുക. നമ്മുടെ ഏത് കവർ സൈസ് ആണോ വന്ന് ആ കവർ സൈസ് അതിലേക്ക് ഇറങ്ങിയിരിക്കാൻ പാകത്തിന് ചെറിയൊരു കുഴി ഉണ്ടാക്കി, ചെറിയ മഴക്കാലമാകുമ്പോൾ ചെറിയൊരു വെള്ളം കെട്ടി കിടക്കാത്ത രീതിയിൽ ഒരു പൊലി കെട്ടുക എന്നൊക്കെ പറയുന്ന രീതിയിൽ വെക്കുക. അതിന് നമ്മളിങ്ങനെ കൂന കൂട്ടിയിടാം ചെടിയിലേക്ക്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചെടി ഒരു 2 ആഴ്ചക്കുള്ളിൽ പുതിയ കൂമ്പ് വരും, 100% ഉറപ്പ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ വേറെ എക്സ്ട്രാ വളങ്ങളോ ഇംഗ്ലീഷ് വളമോ ഒന്നും ചെയ്യണ്ട. ചെയ്ത് കഴിഞ്ഞാൽ ചെടി ഡാമേജ് ആവും. അതുപോലെ തന്നെ ഈ മണ്ണിന്റെ അടിയിൽ കൊണ്ടുവച്ച് വെള്ളം കെട്ടിക്കിടന്നാൽ ചിലപ്പോൾ ഈ മഴക്കാലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ നല്ല ഇതായിട്ട് നിൽക്കും. മഴക്കാലം കഴിഞ്ഞോടുകൂടി ചെടി ഉണങ്ങിപ്പോകും. കാരണം അതിന്റെ ബെഡിലേക്ക് വെള്ളം ഇറങ്ങി ഡാമേജ് വരാൻ വളരെ ചാൻസ് ഉണ്ട്. എല്ലാവർക്കും വരുന്നൊരു അവസ്ഥയാണ്. ചെടി വെക്കാൻ പറയും നഴ്സറിക്കാർ പറഞ്ഞ വലിയൊരു കുഴികുത്തി അതിൽ വെച്ചു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നഴ്സറിക്കാർക്ക് കുറ്റം എന്നും കുറ്റം തന്നെയായിരിക്കും. കാരണം ഈ ചെടി ആ വർഷം കഴിയുമ്പോഴേക്കും ചെടി ഉണങ്ങിപ്പോകും. കാരണം അതിൻ്റെ അടിയിൽ വെള്ളം കെട്ടി കിടക്കുകയാണ്. അതാരും ചിന്തിക്കില്ല. പിന്നെ ഈ തോന്നിയ പോലെ കുറെ വളം അതിൽ അടിയിലിട്ടുണ്ടാവും. അത് അതിനെ ബൂസ്റ്റ് ചെയ്യാനല്ല, അതിനെ ചീച്ച് കളിക്കാനാണ് ചെയ്യുക. ഈ വളം ചെയ്യേണ്ടത് നമ്മൾ ആ മണ്ണിലേക്ക് മിക്സ് ചെയ്ത് മണ്ണടക്കം കുഴിയിലേക്ക് ഇടണം. അതാണ് അതിന്റെ യഥാർത്ഥ രീതി. നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്താണ് പഠിക്കുക. ഞാനും ഇതുപോലെ തന്നെ ചെയ്ത് തന്നെയാണ് പഠിച്ചത്, നമ്മുടെ അനുഭവങ്ങളിലാണ്. അത് പ്രത്യേകിച്ച് ഒരു ട്രെയിനിങ് അല്ല. എന്നിരുന്നാലും ഞാൻ 1-2 ട്രെയിനിങ് ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ട്. ഇത് തൃശ്ശൂർ-ഷൊർണൂർ റോഡാണ്. തൃശ്ശൂർ-ഷൊർണൂർ റോഡിൽ നിന്ന് തൃശ്ശൂരിന്ന് ടൗണിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 14 കിലോമീറ്റർ, ഫസ്റ്റ് ഒരു 14 കിലോമീറ്റർ നമ്മുടെ പ്ലോട്ട് ഹൈവേയിൽ തന്നെയാണ്. ഹൈവേക്ക് ഫ്രണ്ടേജ് ആയിട്ട് ഒരു 400 അടി ഫ്രണ്ടേജ് ഉള്ളതാണ്. തൊട്ട് തന്നെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ആ പെട്രോൾ പമ്പിനോട് ചേർന്ന് ലെഫ്റ്റും റൈറ്റും കിടക്കുന്നത് നമ്മുടെ ഇതിലുള്ള പരിധിയിലുള്ള പ്രോപ്പർട്ടീസ് ആണ്. എൻ്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്നതാണ് നമ്മുടെ ഈ ഗാർഡൻ. ഓക്സിജൻ ഗാർഡൻ എന്നാണ് നഴ്സറിയുടെ പേര്. ഓക്സിജൻ ഗാർഡൻ എന്നാണ് പേര്. ഇത് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ മാത്രമാണ് ഞാൻ കൂടുതൽ ചെയ്യുന്നുള്ളൂ. പിന്നെ മറ്റു ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വലിയ ധാരാളമായിട്ടില്ല. വരുന്ന കസ്റ്റമർക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കാനായിട്ട് 1-2 ചെടികളുള്ളൂ. മെയിനായിട്ട് ഞാൻ ഫ്രൂട്ട്സ് പ്ലാന്റാണ് ചെയ്യുന്നത്.